സാധനം കൊള്ളാം കേട്ടോ. അതാണ് കേട്ടോ വണ്ടികൾ. ഇത് എന്തൊരു വണ്ടിയാണ് ഇത് നിരത്തിയിട്ടേക്കണേ. ഹലോ ഹലോ ഹലോ, സോറി ടു ഇന്ററപ്റ്റ്. എങ്ങനെയുണ്ട്? എല്ലാവരുടെയും ടോൾ കൊടുത്തു വരുമ്പോൾ ഇന്നത്തെ ടോളിൻ്റെ ആൾക്കാർ രക്ഷപ്പെട്ട്. What's happening people, this is Kochi Machan and welcome back to another vlog. So we are on R790. Today is the Independence Day. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് വണ്ടിയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും പുറത്തേക്ക് ഇറക്കാറുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് കൊടി വെക്കുന്നവർ അല്ലെങ്കിൽ കൊടി വാങ്ങി വെക്കുന്നവർ വെറുതെ എന്തിനാണ് ആ പ്ലാസ്റ്റിക് വേസ്റ്റ് ചെയ്യണത്? ഇൻഡിപെൻഡൻസ് ഡേ ആണെന്ന് നമുക്ക് കൊടി വെച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ അത് താല്പര്യമില്ല. തുണിയുടെ കൊടിയൊക്കെ ആണെങ്കിൽ പിന്നെ അത് റീയൂസ് ചെയ്യാം. പ്ലാസ്റ്റിക് കൊടിയൊക്കെ എല്ലാവരും വാങ്ങി അത് അപ്പം തന്നെ വലിച്ചെറിയും ഈ സിഗ്നലിലൊക്കെ കിട്ടുന്ന സാധനം. അപ്പോൾ ദയവ് ചെയ്ത് പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കൽ കുറയ്ക്കുക, അതായിരിക്കും നമുക്ക് നല്ലത്. സോ യെസ്, അതൊക്കെയാണ്. അപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എവരി വൺ. നമ്മൾ ചുമ്മാ ഇറങ്ങിയതാണ്. ഇവിടെ കൊച്ചിയിൽ താറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം നമുക്ക് എന്തെങ്കിലും പിടിക്കാൻ പറ്റുമോ, ഏതെങ്കിലും താറൊക്കെ പിടിക്കാൻ പറ്റുമോ. ആൻഡ് ചുമ്മാ ഇറങ്ങിയതാണ്. ഞാൻ വണ്ടിയുടെ ഡീക്യാറ്റ് ചെയ്തത്, നമ്മുടെ കാറ്റലിറ്റിക് കൺവേർട്ടർ നമ്മൾ മാറ്റുന്ന ഒരു പരിപാടിയുണ്ട്. സ്റ്റോക്ക് എക്സോസ്റ്റ് ഒന്നും മാറിയിട്ടില്ല, എക്സോസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ സൗണ്ടിന് ഒരു വ്യത്യാസം വരും. പക്ഷേ നമ്മുടെ ഫ്യൂവലിങ്ങും അതേപോലെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഫ്യൂവലിങ്ങും അതേപോലെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്യൂവലിങ് മാറിയ സ്ഥിതിക്ക് നമ്മൾ ഫ്യൂവലെക്സും നമ്മുടെ എയർ ഫിൽറ്ററൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയൊരു പവർ അപ്ഗ്രേഡ് അല്ലെങ്കിൽ കുറച്ചും കൂടെ വണ്ടി സ്മൂത്ത് ആക്കാമെന്നുള്ളൊരു ഇതാക്കി കണ്ടോ. അതാണ് വണ്ടിയുടെ സൗണ്ട് കേട്ടോ. ചെറിയൊരു നല്ല കൈ കൊടുക്കുമ്പോഴത്തേക്കും സൗണ്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ സൗണ്ട് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല, ആർക്കും മനസ്സിലൊന്നും ആവില്ല. നല്ല കൈ കൊടുത്താൽ മാത്രമാണ് നമുക്ക് വണ്ടിയിൽ നിന്നുള്ള സൗണ്ടിൻ്റെ ആ ഒരു മാറ്റം നമുക്ക് മനസ്സിലാവണേ. ഇന്ന് റെഡ് ഓറഞ്ച് അലേർട്ടൊക്കെയാണ്, പക്ഷേ കൊടും വെയിലാണ്. ഭാഗ്യത്തിന് ഓറഞ്ച് അലേർട്ടിൻ്റെ അത്രയും മഴയൊന്നും ഇല്ല. സേഫായിരിക്കുക എല്ലാവരും, മഴക്കാലമൊക്കെയാണ്. അപ്പോൾ നമുക്ക് പോവാം. പിന്നെ കുറേ പേര് ഗ്ലൗസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീവ്ര എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഗ്ലൗസാണ്. തീവ്ര ഒരു ഇന്ത്യൻ മെയ്ഡ് ബ്രാൻഡാണ്, അവരുടെ ഗ്ലൗസാണ്. നല്ല ഗ്ലൗസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഡെയിലി യൂസ് ഉപയോഗിക്കുന്നതാണ്. ഇതുവരെയും ഒരു കീറലോ അങ്ങനത്തെ ഒരു തുണിയുടെ ഫാബ്രിക്കാണ്. ഇവിടെ അവിടെയൊക്കെ ചെറിയ സ്ലൈഡേഴ്സും ടെക്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഗുഡ്, പ്രിറ്റി മച്ച് ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡെയിലി യൂസിന് അടിപൊളി ഗ്ലൗസാണ്, കാണാനും നല്ല കളർഫുള്ളാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടൊക്കെയാണ്. അവിടെ ഒരു പ്ലെയിനൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് കൂട്ടുകാർ കുറേ പേരുണ്ട്. അതായത് നമ്മുടെ മീഡിയയിലുള്ള ചേട്ടന്മാർ, നമ്മുടെ ഹാനിക്ക, പിന്നെ നമ്മുടെ നോർത്തിലുള്ള കുറച്ച് പേര്, കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ടുണ്ട് കൊച്ചിയിൽ വന്നിട്ട് എങ്ങനെ നമ്മളെ കാണാണ്ട് പോകണമെന്ന് എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അല്ല, എനിക്ക് ഈ താറിൻ്റെ പുതിയ 5 ഡോർ കാണാനൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ 150 വണ്ടികളോളമാണ്. ചേട്ടാ എടുക്കരുത് 150 വണ്ടികളോളം. താനൊക്കെ ഒരു കില്ലാടി തന്നെ. 150 വണ്ടികളാണ് ഇവിടെ ഇറക്കിയേക്കണേട്ടാ ഈ മീഡിയ ഡ്രൈവിന് വേണ്ടി. അപ്പോൾ 100 മേളിൽ വണ്ടികൾ എന്തായാലും ഉറപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലെറ്റ്സ് സീ, പോയി നോക്കാം. എന്തായാലും ഏതെങ്കിലും ഒരു വണ്ടിയൊക്കെ കാണാനോ എന്ന് നോക്കാനോ കിട്ടും. ആൻഡ് 790 ഇപ്പം മറ്റേ ആ ക്വിക്ക് ഷിഫ്റ്റർ അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസമാട്ടോ സൗണ്ട് കേൾക്കാൻ. കുറച്ച് ആ പൊട്ടൽ നമുക്ക് കുറച്ചും കൂടെ എവിഡൻ്റ് ആയിട്ട് കേൾക്കാൻ പറ്റും. നേരത്തെ റൈഡർ മാത്രമേ കേൾക്കുള്ളായിരുന്നു, ഇപ്പോൾ പുറത്തുള്ളവർക്കും കേൾക്കാൻ പറ്റും. ജസ്റ്റ് ആ പൊട്ടൽ മാത്രം കേട്ടോ. കാണാം കേട്ടോ, എനിക്ക് വണ്ടികൾ കാണാം അവിടെ ഓരോന്നായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഓ സാധനം കൊള്ളാം കേട്ടോ, പൊളി. ഓ നമ്മുടെ ജിമ്മിയുടെ കാര്യത്തിൽ തീരുമാനമാവേ. വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ വണ്ടികൾ പോകുന്നുണ്ട്. എല്ലാവരും ഞാൻ അറിഞ്ഞ നമ്മുടെ ഹാനിക്കൊക്കെ കണ്ടു. ഞാൻ കുറേ അവരെ പോയി നോക്കാം. അപ്പോൾ വണ്ടി ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. കാണാനൊക്കെ കൊള്ളാം. റാംഗ്ലറിൻ്റെ അത്രയും സൈസ് തോന്നൂല, പക്ഷെ എന്നാലും താറ് വലിച്ച് നീട്ടിയ പോലെ ഉണ്ട്. ബാക്കിൽ അലോയ് വീല്, ഓട്ടോമാറ്റിക് വണ്ടി. റിയർ വീൽ ഡ്രൈവിൻ്റെ പ്രൈസ് അന്യായ പ്രൈസാണ്. 12.99 ആണ് റിയർ വീൽ ഡ്രൈവ് ബേസ് വേരിയൻ്റ് എക്സ്ഷോറൂം പ്രൈസ് വന്നേക്കണേ. ഒരു രക്ഷയില്ലാത്ത പ്രൈസിങ് ആണ്. ആരാണത്? ഇതാണ് ഡോറ്. ബാക്കിലൊരു ഡോർ ഉണ്ടെന്ന് അവർ കാണിക്കാൻ വേണ്ടി ഒരു സാധനം ചെയ്തേക്കണുണ്ടോ. എൻ്റെ റോൾ കേജ് ഒന്നുമില്ല, മറ്റേതിന് റോൾ കേജൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന് റോൾ കേജ് ഒന്നുമില്ല. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ വണ്ടി. എന്തായാലും കുറേ വിറ്റ് പോവും. പക്ഷേ എനിക്ക് ചില കാര്യങ്ങളൊന്നും താറ് കംഫർട്ടൊന്നും ഇല്ലയെന്നൊക്കെ പറയണം. ഇതിൻ്റെയൊക്കെ അറിയാം എങ്ങനെയെന്ന്. സസ്പെൻഷനൊക്കെ മാറ്റിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക അവർ. നേരെയായി ഇട്ടേക്കണം. ഹാനിക്ക് എവിടെയെന്ന് നമുക്ക് തപ്പാം. ഹാനിക്കോ ഇതിലില്ല. ഇത് എവിടെ പോയി? ഇതാണോ? ഇതല്ല. അതാണ് കേട്ടോ വണ്ടികൾ. ഇത് എന്തൊരു വണ്ടിയാണ് ഇത് നിരത്തിയിട്ടേക്കണേ.
ഇതിപ്പോഴൊന്നും തീരും തോന്നുന്നില്ല കേട്ടോ. 100 വണ്ടികൾ ഇത് ഇവിടെ നിന്ന് അവിടം വരെ എത്തുമ്പോഴത്തേക്കും ഇത് തീരുമാനമാവും വണ്ടികളുടെ കാര്യം. അപ്പോൾ പോലീസ് വണ്ടിയൊക്കെ ഉണ്ട് ഇവരുടെ ഒപ്പം. എന്തായാലും കൊള്ളാം. ഇതൊക്കെയാണ് കളറുകൾ കേട്ടോ ഇവരുടെ കയ്യിലുള്ളത്. എൻ്റെ അളിയ ഇതെന്ത് തേകയിടത്, എൻ്റെ മോനെ സീൻ. ഒറ്റയ്ക്കൊക്കെ പോകുന്ന വേറൊരാൾ. ഇവരെല്ലാവരും ടോൾ കൊടുത്ത് വരുമ്പോൾ ഇന്നത്തെ ടോളിൻ്റെ ആൾക്കാർ രക്ഷപ്പെട്ട്. ലാഭം തന്നെ ലാഭം. ഞാൻ വീഡിയോ കയറിയിട്ടുണ്ടെന്നാ, ഞാൻ വീഡിയോ കയറിയിട്ട്. ഇത് നമ്മുടെ ഹാനിക്കാണ് മോനെ. വണ്ടി ബാക്കൊക്കെ LED ആയിട്ടോ. അപ്പോൾ ഗായ്സ് നമുക്ക് ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ എയർപോർട്ടിലേക്കാണ് പോകണത്. അവിടെ എന്തോ ട്രാക്ക് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് അതാക്കി കളയാം. ഹാനിക്ക് പറഞ്ഞ ഒരു ട്രാക്കിൽ അവിടെ എന്തോ ട്രാക്ക് ഉണ്ട്. അപ്പോൾ ട്രാക്കിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇപ്പോൾ എന്തായാലും നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ റൈഡ് കളറായി. ഒറ്റയ്ക്ക് ഇറങ്ങിയതാണ് വെറുതെ വണ്ടിയുടെ സൗണ്ട് എക്സോസ്റ്റോടെ കേൾപ്പിക്കാൻ. അപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ നമുക്ക് എന്തായാലും പുതിയ താറ് കാണാം. ഇന്നത്തെ വ്ളോഗ് റോട്ടിൽ കൂടെ കണ്ടു 150 താർ. അതാണ് നമ്മുടെ ക്യാപ്ചർ ഇൻഡിപെൻഡൻസ് ഡേയുടെ റൈഡിന് കണ്ടത് എന്തെന്ന്. കൊള്ളാം. നല്ല സസ്പെൻഷനൊക്കെ പട്ടപ്പെട്ടാന്നൊക്കെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇവിടുന്ന് കാണാം ബോഡി സ്റ്റേബിൾ. വണ്ടിയുടെ ടയർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ബാക്കൊക്കെ കണ്ടിട്ട് ഒരേ സെയിം മറ്റേ പഴയ താറിൻ്റെ പോലെ തന്നെ ഉണ്ട്. ആ ഡോറും ആ ഗ്ലാസും അതൊക്കെ സെയിം പോലെ തന്നെ ഉണ്ട്. കണ്ടോ? 19 ഇഞ്ച് 18 ഇഞ്ച് വീൽസ് ഉണ്ട്. നന്ദു ചേട്ടൻ ചാടി. അയ്യോ പാവം, കഷ്ടം. എന്ത് ചെയ്യാനാണല്ലേ പുള്ളി. അത് കുറച്ച് സൈസ് തോന്നി കിട്ടും ഇതിനെക്കാട്ടും. ഇത് ശരിക്കും ഇപ്പോൾ നോർമൽ 3 ഡോറിനെ കുറച്ചും കൂടെ നീട്ടി വെച്ച പോലെ ഉള്ളൂ. എനിക്ക് തോന്നാനുള്ള വിഡ്ത്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന്. ബാംഗ്ലൂർ കാണുമ്പോൾ കുറച്ചും കൂടെ വിഡ്ത്തൊക്കെ വ്യത്യാസം തോന്നും. ഹായ് ഗായ്സ്, എൻ്റെ വണ്ടി കൊള്ളാം. എങ്ങനെയുണ്ട് വണ്ടി? ഹലോ ഹലോ ഹലോ. പൊളി തന്നെ. ഇവർക്ക് അവിടെ എത്തുമ്പോൾ ഒരു സമയം. 3 ഡോർ ആയിരുന്നോ? മനസ്സിലായില്ല കേട്ടാ. ഏകദേശം കാണാനൊക്കെ കുറച്ച് നീട്ടമുണ്ടെന്നേ ഉള്ളൂ. ലെങ്ത്ത് വിഡ്ത്തൊക്കെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഓൾറെഡി അതേ ഒരു വെള്ള പാവം അതിൽ ആലോചിക്കുമായിരിക്കും അല്ലേ. പാവം പുള്ളിയുടെ മുഖമൊക്കെ ഭയങ്കര വിഷമത്തോടെ ഇരിക്കണേ. ഹായ് ഫൈസൽ ഖാൻ. അപ്പോൾ ഇവിടെ കുറേ താറുകൾ ഉണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ മണപ്പുറത്താണ്. ഇവിടെ നമുക്ക് കാണാം വണ്ടികൾ. അത് തന്നെയാണ്. പൊളി തന്നെ. അപ്പോൾ ഞാൻ നമ്മൾ 790 അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഇക്കയും ടീംസും അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ മണപ്പുറത്താണ്. ഇവിടെ കുറേ വണ്ടികളുണ്ട്. അവിടേക്ക് നോക്കിയാൽ കുറേ അവിടെ വരുന്നൊക്കെ പേര് ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെ ലൊക്കേഷൻ കിട്ടിയെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതേ നമ്മളിവിടെ ഷൂട്ട് ചെയ്യാണ്. ഇവർ ഷൂട്ടില്ലാട്ടോ, നമുക്ക് കുറച്ച് ഡിസ്റ്റർബ് ചെയ്യാം. ഹലോ ഹലോ ഹലോ, സോറി ടു ഇന്ററപ്റ്റ്. എങ്ങനെയുണ്ട് വണ്ടി? ഞാൻ വണ്ടി പുറത്തുനിന്ന് കാണുമ്പോണ്ടല്ല ശരിക്കും ബോഡി അനങ്ങല്ല, സസ്പെൻഷൻ പിന്നെ ടയർ മാത്രം ഇങ്ങനെ പോകണ്ടേ. ആ പാലത്തിൽ കൂടെ പോയപ്പോ അപ്പൊ കഴിഞ്ഞ റിവ്യൂ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞോ? അപ്പൊ അവരുടെ ചാനലിൽ നിങ്ങൾക്ക് ഫുൾ ഡ്രൈവ്, ഓഫ് റോഡ് എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാം ഈ കയ്യിലുണ്ടാവും വണ്ടി അല്ലേ? ഇനിയും വലിയ സ്റ്റേറ്റ്. അപ്പൊ വലിയ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് വണ്ടി. അപ്പൊ ഞാൻ കാണുന്ന സീനിലല്ല, കണ്ടോട്ടെ കയറി. ഓക്കെ, അപ്പൊ സെറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ താറുടെ ഫുൾ ഫ്രണ്ട്. അവർ ആ ലുക്ക് മാറ്റിയിട്ട് LED ഹെഡ്ലാമ്പ്സ് ആണ്. C ഷേപ്പ് നമുക്ക് DRLs കൊടുത്തിട്ടുണ്ട്. ഇതൊരു 6 പാക്ക് പോലെ ഇരിക്കുന്ന ഒരു ഫ്രണ്ട് ഗ്രില്ല് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ ഈ താഴത്തെ ഫോഗ് ലാമ്പിൻ്റെ ആ ഒരു കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ഫ്രണ്ടിൽ നോക്കാൻ പോയാൽ. ഇതിന് 2 എഞ്ചിൻ വന്നിട്ട് M-Hawk M Stallion. നമ്മുടെ പെട്രോൾ ആൻഡ് ഡീസൽ 2 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, 4x4 ഉണ്ട്. അതുകൊണ്ട് റിയർ വീൽ ഡ്രൈവ് ആണ് അവരുടെ ഏറ്റവും ബേസ് വേരിയൻറ്റ്. അതിനാണ് 12,99,000 രൂപയ്ക്ക് അവർ ഇട്ടിരിക്കാൻ. ജസ്റ്റ് ഞാൻ അകത്തേക്ക് കയറി കാണിച്ചു തരാം. ജസ്റ്റ് ഷോർട്ടായിട്ട് ഞാൻ കാണിക്കട്ടോ. ഇതാണ് ആ ഇൻറ്റീരിയർ. ആ ഹാർമൻ കാർഡിൻ്റെ സ്പീക്കേഴ്സാണ് ഇതിന് കൊടുത്തേക്കണേ. ഇവിടെ നമുക്ക് സ്വിച്ച് കൺട്രോൾസ് കാണാം. ഇവിടെ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗിയർ ബോക്സ്. നമുക്ക് 4H 4 ലോ
2H എല്ലാം കൊടുത്തിട്ടുണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സ്. ഇത് മാനുവലാണ്. ഇവിടെ നമുക്ക് വെന്റിലേറ്റർ സീറ്റ്സിൻ്റെ സ്വിച്ച്. ഇതാണ് ആ ഇൻഫോർടൈൻമെൻറ്റ് 10 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് ഡിസ്പ്ലേ എന്നാണ് വിചാരം. ഇവിടെ ഉണ്ട് ഇതേ ക്യാമൽ, ഒരു ക്യാമലും ഒരാളും താറും ഉണ്ട് കേട്ടോ അവിടെ. കണ്ടോ, താറ് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഷാഡോ നമുക്കിവിടെ അടി കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഹാർമൺ ഗാർഡൻ, ഇവിടെയും ഒരു ബാഡ്ജിങ് ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 9 സ്പീക്കറാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഏറ്റവും മാസീവ് ആയിട്ടുള്ള സാധനം കേട്ടോ. താറിൽ എല്ലാവരും കൊതിക്കുന്ന ഒരു സാധനമായിരുന്നു നമ്മുടെ സൺറൂഫ്. അപ്പോൾ ഒരു പാൻഡ്രോമിക് സൺറൂഫാണ്, വലിയ സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സീറ്റും അത്യാവശ്യം കംഫർട്ടബിളാണ്, നല്ല സ്പേസ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ട്. ജസ്റ്റ് ഓണാക്കി കാണിച്ചു തരാം. ഈ ഡിസ്പ്ലേയും അടിപൊളിയുണ്ട്, അടിപൊളി ഡിസ്പ്ലേ ആണ്. എന്താ മൊത്തത്തിലൊരു പ്രീമിയം ഫീലാണ്. പുതിയ ലോഗോ ഒക്കെയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ക്രോള്, നമ്മുടെ ഓഫ് റോഡ്, നമ്മുടെ ഇലക്ട്രോണിക് ഡിഫറൻഷ്യലാണ് ഇതിന് കൊടുത്തേക്കണത്. USB-C, നോർമൽ USB-യും പിന്നെ നമുക്ക് വയർലെസ് ചാർജിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓഫാക്കിയേക്കാം. ആൻഡ് ഇവിടെ ഫുഡ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഒരു ഫുഡ് ബോർഡൊക്കെ ഉണ്ട്. ഈ ഡോറ് ഇവിടെയാണ് ഡോർ ഹാൻഡിൽ തന്നെ. ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 90 ഡിഗ്രി വരെ തുറക്കാം. എന്നിട്ട് ബാക്കിൽ കയറിയാൽ ബാക്കിൽ ഒടുക്കത്തെ സ്പേസ് ആട്ടോ, ഒരു രക്ഷയിൽ. നോക്കി എൻ്റെ കാലിലേക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. നമുക്ക് മുകളിലേക്കുള്ള ഹെഡ് സ്പേസ് ആയാലും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും റിക്ലൈനിങ് സീറ്റാണ്. ഈ സീറ്റ് നമുക്ക് ബാക്കിലോട്ടും കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ ആക്കാം. അപ്പോൾ അവിടെയും അടിപൊളിയുണ്ട്. ഇവിടെയും അവർക്ക് ഡോർ ഹാൻഡിലും കുറച്ച് പോക്കറ്റ്സും, ചെറിയ പോക്കറ്റ്സാണ്, അത്ര ഇതില്ല, എന്നാലും ഹാർമൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ബൂട്ട് സ്പേസ്. എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു നമ്മുടെ വണ്ടിയുടെ ബൂട്ട് സ്പേസ്. ബാക്കിൽ നമുക്ക് സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട്. 19 ഇഞ്ച് വീൽസാണ്. ഇതാണ് നമ്മുടെ ബൂട്ട്. റിയർ വൈപ്പറും ഉണ്ട്. ഞാൻ കണ്ടോ, ഇതാണ് സ്ഥലം. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ഉണ്ട്. ഞാനൊരു റീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ബാക്കിൽ 2 പേര് കയറിയത് സുഖമായിട്ട് ബാഗ് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ വൈറ്റ് ഇൻറ്റീരിയറാണ് ഏറ്റവും പെട്ടെന്ന് ചെളിയാം. ഇവിടെയും കണ്ടോ, ഒരു താറ് മല കയറി പോകുന്നത്. ഇവിടെ ഒട്ടകം, ഇപ്പുറത്തുണ്ട് ഒട്ടകം, താറ് മല കയറി പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരു വോക്ക് അറൗണ്ടാണ് നിങ്ങൾക്ക് കാണിച്ച. ഡ്രൈവ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അവരുടെ ചാനലിൽ കാണാം. LED ടെയിൽ ലാംപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യമായിട്ടുണ്ട്. 19 ഇഞ്ച് വീൽസ്. യോ എന്നുള്ള ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു ഇത് കണ്ടോ, ആ ഒരു വീൽസിൻ്റെ ഷേപ്പ് വന്നേക്കണം. നമ്മൾ യോ കാണിക്കില്ല, ചെറിയ വരലും വലിയ വരലും, അതേപോലെയാണ് അതിൻ്റെ ആ ഒരു ഷേപ്പ്, അല്ല വീലിൻ്റെ ഷേപ്പ് വന്നേക്കണേ. അപ്പോൾ ദിസ് ഇസ് ഇറ്റ്. ഇതാണ് നമ്മുടെ താറിനെ പറ്റി. അപ്പോൾ നമ്മൾ ഇവർ ഇങ്ങോട്ട് നിന്ന് പോകണേണ്. ബാക്കി അവരവരുടെ ഷൂട്ട് കഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ എന്ന് കളറാക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോൾ വല്ലാണ്ട് കളറായിപ്പോയി. പുതിയ താറ് 150 വണ്ടികളുണ്ടായി കൊച്ചിയിൽ. അപ്പോൾ അവരുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്തായാലും ഇവിടുന്ന് പോയി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണതിന് ചെറിയൊരു അപ്ഡേറ്റും കൂടെ തരാമെന്ന് വിചാരിച്ചു നമ്മുടെ കുണ്ടൻ്റെ ഒരു പാലത്തിനെ പറ്റി. സത്യം പറഞ്ഞാൽ മടുത്തു കിട്ടും ഈ പാലം. അതായത് പണി എത്ര ചെയ്താലും നന്നാവില്ല, അതോ ചെയ്യണ ആളുടെ കുഴപ്പമാണെന്ന് അറിയില്ല. അത് ഈ വീഡിയോ തന്നെ കാണാം. ഇത് കുഴിയൊക്കെ നോക്കി പുതിയ ടാർ ചെയ്തതാട്ടോ ഇതൊക്കെ. ഇതെല്ലാം ഫുള്ള് ടാർ ചെയ്താണ്. എന്നിട്ടും ഞാൻ കുഴി കാണിച്ചു തരാം. അന്യായ കുഴികൾ പിന്നെയും വന്നിട്ടുണ്ട്. എത്ര നന്നാക്കിയാലും ഇത് നന്നാവുമെന്ന് തോന്നുന്നില്ല. ഈ പാലം ഇങ്ങനെ തന്നെ കിടക്കാനാണ് ഇതിൻ്റെ വിധി. ഹെൽമെറ്റ് എവിടാ? ഹെൽമെറ്റ് അടിച്ച് ഓടിക്കട്ടാ. കണ്ടോ ഈ കുഴിയൊക്കെ കണ്ടോ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എങ്ങനെയാണ് ഈ പുതുതായിട്ട് ടാർ ചെയ്തതൊക്കെ എങ്ങനെയാണ് നമ്മൾ എനിക്കറിയില്ല, പറഞ്ഞു മടുത്തു ഗൈസ്. അപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഇതാണ് ഈ പാലത്തിൻ്റെയൊക്കെ അവസ്ഥ. അത്ര മോശം എന്ന് വെച്ചാൽ അത്ര മോശമാണ്. ഒരു ആംബുലൻസ് പോയാൽ കണ്ടോ, ആംബുലൻസൊക്കെ എങ്ങനെയാണോ ഈശ്വര ഇത് വഴിയൊക്കെ പോണത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണതിനെന്ന് എനിക്ക് നാണമായി ഇപ്പോൾ. സോ നിങ്ങൾക്ക് പുതിയ താരങ്ങളുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഉപയോഗിക്കുന്നു. സോ ഡോണ്ട് ഫെയിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ ബെല്ലിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ആൻഡ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.